ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡോക്ടർ കിഡ്സ് മൈൻഡ് ഒഫീഷ്യൽ ചാനൽ. എന്തായാലും ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ ഒരു രാത്രി ചൈനയിൽ ഞങ്ങളുടെ ജീവിതം എങ്ങനെ പോകുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇതൊന്നും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോട്ട് പോകാം. അങ്ങനെ 8 മണിന്നൊരു സമയം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ കെട്ടിപ്പൊട്ടി ഒരുങ്ങിയിട്ട് നമ്മൾ നേരെ വരുന്നത് ജിമ്മിലോട്ട്. കുറേ ദിവസത്തിന് ശേഷം ഇത് നല്ല പാടുണ്ട്. എന്തായാലും വർക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ ജിമ്മിൽ ഇറങ്ങി ഇനി എന്താ പരിപാടി വെച്ചാൽ നമ്മൾ കുറച്ച് മുട്ട വാങ്ങണം. നമുക്ക് കുറേ ആയിട്ട് ഡയറ്റും കാര്യങ്ങളൊക്കെ തെറ്റിക്കിടക്കണം. അപ്പോൾ നമ്മൾ മുട്ട വാങ്ങിയതിന് ശേഷം മുട്ടയും വാങ്ങി നമ്മൾ റൂമിൽ പോയിട്ട് കാണിക്കാം. ഓക്കെ, മുട്ടയ്ക്കൊന്നും വിലയില്ലാതെ മുട്ടയ്ക്കൊക്കെ എന്താ വില? ഏകദേശം 130 RMB 10 മുട്ടയ്ക്ക്. 130 RMB, 140 രൂപയുടെ 10 മുട്ടയ്ക്ക്. എന്തോ ചെയ്യുമെന്ന് പറഞ്ഞു നോക്കണേ. എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ മുട്ട വായ്ക്കൽ കഴിഞ്ഞു. ഇനി നമുക്ക് റൂമിൽ പോകാം. അങ്ങനെ നല്ല കഷ്ടപ്പെട്ട് കയറി വന്ന് നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ നമ്മൾ എന്താ വേണ്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ മുട്ട പുഴുങ്ങണം. മുട്ട പുഴുങ്ങിയതിന് ശേഷം നമുക്ക് മീൻ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ഇട്ട് വെച്ചാൽ കാരണം അവിടെ ഫ്രീസായി ഐസായിരുന്നു. അത് ഐസൊക്കെ ഇപ്പോഴൊന്നും അടങ്ങിയിരുന്നു. അതിന് എപ്പോഴും അത് മൊത്തത്തിൽ മെൽറ്റ് ആയിട്ടില്ല. അപ്പോൾ എന്തായാലും ആ സാധനമൊക്കെ പാടെ നമ്മൾ മസാല വെച്ചിട്ട് എയർ ഫ്രൈറിൽ അത് വർക്ക്. അതിൻ്റെ കൂടെ മുട്ട ഒരു 5 മുട്ടകളാക്കി 3 മുട്ട എടുത്തിട്ട് പുഴുങ്ങിയിട്ട് അതിൻ്റെ വെള്ളം എടുക്കുക. നമ്മൾ ഈ തിരിച്ച് ഡയറ്റിലോട്ട് കയറുന്നല്ലേ, അതിൻ്റെ കൂടെ ബ്രൗൺ ബ്രെഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റിൻ്റെ ഫുഡ്. അപ്പോൾ വരും, നമുക്കത് നോക്കിയിട്ട് വരാം. അപ്പോൾ അതാ നമ്മുടെ ഇത് നിൽക്കുന്നു കക്കോസിൽ ഇറങ്ങിയതില് സന്തോഷമുണ്ടോ? വളരെ സന്തോഷം. ഓഹോ, കൊടും ഭീകരനാണ് അപ്പൊ നമ്മുടെ പരിപാടി ആദ്യം മീൻ വൃത്തിയാക്കി എടുക്കുക. മീനാണെന്നത് നമ്മുടെ രാത്രിത്തെ ഫുഡ്. അപ്പൊ ആദ്യം അത് വൃത്തിയാക്കി എടുത്ത് അതിൻ്റെ മസാല തേച്ച് വെക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. അപ്പൊ അത് ചെയ്തിട്ട് മസാല തേക്കുമ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ചിക്കൻ മസാല മാത്രമേ ഉള്ളൂ തേക്കാനായിട്ട്. അപ്പൊ നമ്മൾ ചിക്കൻ മസാല ഇടാണ്ട് ബാക്കി മുളക് പൊടി, മല്ലിപ്പൊടി, അതേപോലെ കുരുമുളക് പൊടി, ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് നമ്മൾ മസാല തേക്കുന്നത്. ഓക്കെ, മസാല തേക്കുന്നത് കണ്ടിട്ട് വരൂ. അങ്ങനെ നമ്മൾ ഈ മസാല കഴിക്കും. അപ്പൊ ഈ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുട്ട, ഞാൻ 5 മുട്ട വാങ്ങിയിട്ടുണ്ട്. അതിൽ 3 മുട്ട എടുത്തിട്ട് നമ്മൾ ഇപ്പോൾ പുഴുങ്ങിയെടുക്കും. എന്നിട്ട് അതിന്റെ വെള്ളം മാത്രം എടുക്കും. കാരണം പ്രോട്ടീൻ തരണമല്ലോ. കുറെ ദിവസത്തിന് ശേഷം ആണ് ഈ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ എന്നാലും നമ്മൾ ഇപ്പോൾ തൽക്കാലം മുട്ട പുഴുങ്ങാൻ വെക്കാം. ഇത് എയർ ഫ്രയറിലും കയറ്റിയിട്ട് വെക്കാം. പിന്നെ അവിടെ ബ്രൗൺ ബ്രെഡ് ഇരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി അതിന്റെ ആവശ്യമില്ല. നമുക്ക് അപ്പോഴേക്കും ഒരു പണി ചെയ്യാം. നമുക്ക് പോയിട്ട് അപ്പോഴേക്കും കുറച്ച് നീറ്റ് ആസ്പിറൻസിന് കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്താണ് ചൈനയെ പറ്റിയിട്ട് എന്നുള്ള അഭിപ്രായത്തെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിനെപ്പറ്റി നമുക്കൊന്ന് സംസാരിക്കാം. ഓക്കെ, കഴിച്ചിട്ട് വരാം. ഇതേപോലെ ബോണപ്പിറ്റേറ്റ് ആയതാണ്. ഞാൻ 4 ദിവസം കടന്ന് എന്തായാലും പോയിട്ട് വരാം. അപ്പൊ മക്കളെ, നിങ്ങളോട് പറയാനുള്ളത് ചൈനയെ പറ്റിയിട്ട് നിങ്ങൾ ചോദിച്ചവരും കാര്യങ്ങളൊക്കെ എനിക്ക് പേഴ്സണലി നിങ്ങളോട് പറയാനുള്ളത്, ചൈന എളുപ്പമാണ്. നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നീറ്റ് ക്ലിയർ ഔട്ട് ചെയ്തു. അതേപോലെ നിങ്ങൾക്ക് എന്താ പറയുക, അത്യാവശ്യം ഒരു 85 above നിങ്ങൾക്ക് കോളേജ് +2 മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു യൂണിവേഴ്സിറ്റി തന്നെ ചൈനയിലും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും, കാര്യങ്ങൾ കിട്ടും. പക്ഷെ എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലോട്ട് തിരിച്ചു കയറി ചെല്ലുമ്പോൾ നിങ്ങൾക്ക് FMGE അതിന്റെ ഇപ്പം നെക്സ്റ്റ് എന്ന എക്സാമിനേഷനിൽ അറിയപ്പെടും. അപ്പോൾ നിങ്ങളൊക്കെ വരുമ്പോഴേക്കും നെക്സ്റ്റ് ആയിരിക്കും. അത് ഇനിയിപ്പം നിങ്ങളുടെ കാലഘട്ടം വരുമ്പോഴേക്കും അത് ഇനി അവിടെ നിന്നും പോകുന്നുള്ളത് പറയാൻ പറ്റത്തില്ല. അപ്പൊ എന്തായാലും ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ നല്ലതാണ്. നിങ്ങൾക്ക് പുറത്ത് നിങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എന്ന് പറഞ്ഞാൽ GCC കൺട്രീസിലൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ധൈര്യമായിട്ട് ചൈന ഓപ്റ്റ് ചെയ്യാൻ ഒരു സീനുമില്ല. നാട്ടിലോട്ട് തിരിച്ചു പോവാന്ന് പറഞ്ഞാൽ ആ ഒരു പുച്ഛഭാവം അത് നിങ്ങൾ അനുഭവിക്കും. അത് ഫ്രം മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് ഐ എം സെയിങ്, അത് നിങ്ങൾ അനുഭവിക്കും. അതങ്ങനെയാണ്. അത് നാട്ടുകാർക്ക് ഇപ്പോഴും ചൈന എന്ന് പറയുമ്പോൾ അയ്യോ ചൈനയോ അവിടെയൊക്കെ പോയിട്ടോ ആ ഒരു എന്താ പറയാ, ചൈന എന്ന് പറഞ്ഞാൽ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ്, അവിടെ ഒന്നും നല്ലത് കിട്ടില്ല എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് നമ്മുടെ നാട്ടുകാരുടെ മനസ്സിൽ ഭയങ്കര അടിച്ചേൽപ്പിച്ചിരിക്കണം. അപ്പോൾ അത് മാറ്റൽ നമ്മുടെ നാട്ടുകാരെ കൊണ്ട് തൽക്കാലം ഇപ്പോൾ പറ്റുന്ന ഒരു സംഭവമൊന്നുമല്ല. ഒരാളെയും കൊണ്ടൊന്നും മാറ്റം നടക്കത്തില്ല. അപ്പൊ നിങ്ങളോട് പറയാനുള്ളത്, നീറ്റ് ആസ്പിറൻസിനോട്, സ്പെഷ്യലി നീറ്റ് ആസ്പിറൻസിനോട് പറയാനുള്ളത്, മക്കളെ ലെറ്റ് ഓൾ യുവർ ഡ്രീംസ് കം ട്രൂ ആൻഡ് ജസ്റ്റ് ഹാർഡ് വർക്ക്, ഗെറ്റ് ത്രൂ യുവർ നീറ്റ്, ഫിനിഷ് ഇറ്റ് ഓഫ്. അതേപോലെ ഒരു പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളൊക്കെ നീറ്റ് ക്ലിയർ ചെയ്യും എന്നുള്ള വളരെ എന്താ പറയുക ആ ഒരു വിശ്വാസം നിങ്ങളിൽ വേണം. ഞാനൊന്നും പഠിക്കാത്തവരാണ്. എന്റെ ഹിസ്റ്ററി കംപ്ലീറ്റ് ആയിട്ട് ഞാൻ വരുന്നുണ്ട് മറ്റൊരു വീഡിയോയിൽ. അപ്പൊ അറിയും ഞാൻ എൻ്റെ ഒക്കെ മാർക്കോ റിസൾട്ട് ഒക്കെ ആയിട്ട് നിങ്ങൾ ഇരുന്ന് ചിരിച്ച് മണ്ണ് കപ്പം അമ്മാതിരി സാധനമൊക്കെ ആയിരുന്നു ഞാൻ. പക്ഷെ എന്നാലും ബൈ ഗോഡ്സ് ഗ്രേസ് നമ്മൾ ചെയ്തിരുന്ന ഹാർഡ് വർക്ക് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഐ എം
ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആവും. അതിനെ പറ്റിയിട്ട് ഞാൻ പറയാം. ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിനെപ്പറ്റി സെപ്പറേറ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റി എന്താണെന്നുള്ളത്. കുറെ ചിരിക്കാനുള്ള സാധനം കിട്ടും. അപ്പൊ എന്തായാലും നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങളെല്ലാം ഹാർഡ് വർക്ക് ചെയ്യുക, നീറ്റ് ക്ലിയർ ഔട്ട് ചെയ്യുക, ഫ്ലൈ വിത്ത് ഓൾ ദ കളേഴ്സ് വിച്ച് യു ക്യാൻ ഗെറ്റ് ആൻഡ് ഡോണ്ട് വറി, യു പീപ്പിൾ ആർ ജസ്റ്റ് ഓസം. അതുകൊണ്ട് ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളൊക്കെ അടിപൊളി കുട്ടികളാണ്. നിങ്ങളെല്ലാവരും നീറ്റ് പാസ്സാവട്ടെ എന്ന് ഞാൻ എന്റെ ആഗ്രഹത്തിൽ ഞാൻ പറയുന്നു. പാസ്സാവട്ടെ. അപ്പൊ എന്തായാലും ഇങ്ങനത്തെ ഒരു ചെറിയൊരു കാര്യം പറഞ്ഞുതരാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പൊ എന്തായാലും എനിക്ക് മെയിൻലി നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ചൈനയിൽ MBBS വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ MCI അപ്രൂവൽ കോളേജസ് തന്നെ സെലക്ട് ചെയ്യണം. അത് ഏത് ഏജൻസി പറഞ്ഞാലും എന്ത് പറഞ്ഞാലും MCI അപ്രൂവലുള്ള കോളേജസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് തിരിച്ച് നാട്ടിലോട്ട് പോയാൽ അവിടെ വർക്ക് ചെയ്യാൻ പറ്റുക, നാട്ടിൽ വർക്ക് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ നാട്ടിലെ എക്സാമിനേഷൻ അപ്പിയർ ചെയ്യണമെങ്കിൽ നിങ്ങൾ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നൊരു എക്സാമിനേഷൻ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അപ്രൂവൽ കിട്ടിയ കോളേജസ് തന്നെ നോക്കണം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. എന്തായാലും ഇതിനെക്കാട്ടും ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരുന്നതാണ്. അതേപോലെ തന്നെ എന്താണ് ഞാൻ എങ്ങനെ ചൈനയിലോട്ട് എത്തി, ഞാൻ എങ്ങനെ ചൈനയിൽ വന്നിറങ്ങി, ഞാൻ എങ്ങനെയുള്ള സ്റ്റുഡന്റ് ആയിരുന്നു എന്നതിനെ പറ്റിയിട്ടുള്ളതൊക്കെ വീഡിയോ നമ്മൾ വൈകാതെ നമ്മൾ ചെയ്യുന്നതാണ്. എന്തായാലും ഇന്നത്തെ പരിപാടി വരുന്നത്. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടവരെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നീറ്റ് ആസ്പിറൻസ് ഒക്കെ അയച്ചു കൊടുക്കുക, കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഫോറിൻ കോളേജസിലെ സ്റ്റുഡൻസ് ആവാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഹബീബി കം ടു ചൈന വരൂ. അപ്പൊ എന്തായാലും കാണാം. അപ്പൊ ടാറ്റാ. നമുക്കൊരു ലൈക്ക് കൊടുത്തിട്ട് ഫോളോ ബട്ടൺ